ക്രിറ്റിസിസം ആൻഡ് തിയറി. അപ്പം തന്നെ നമ്മുടെ മൂഡ് പോയി അല്ലേ? ക്രിറ്റിസിസം ക്ലാസ്സിലേക്കാൻ പൊതുവെ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. എന്തിനാ ഞങ്ങൾ ഇത് പഠിക്കണേ, എന്ത് പാടാണ് ഇത് മനസ്സിലാക്കാൻ, എന്തിനാ ഇത് പഠിക്കണേ, എന്ത് ബോറാണ് ഈ വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കേൾക്കാറുണ്ട്. എന്തോ ഒരു ശത്രുവിനെ കാണുന്ന പോലെയാണ് ഭൂരിഭാഗം ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സും നമ്മുടെ വിഷയം അത് തന്നെയാണ്, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. നമ്മൾ ഇന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന്റെ MEG 05 എന്ന് പറയുന്ന അവരുടെ കോർ പേപ്പറുമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, അതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പല വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പല ഏജ് ഗ്രൂപ്പിലുള്ളവർ, ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞവർ, അതല്ലെങ്കിൽ ഒരു ജോലിയോടൊപ്പം ഒരു PG കൂടി വേണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്നവർ, വീട്ടമ്മമാരായിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഈവൻ റിട്ടയർമെന്റ് കഴിഞ്ഞവർ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ഓഫ് സ്റ്റുഡൻസിന്റെ ഒരു സംഭവമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക, ഇഗ്നോയിൽ കാണാൻ പറ്റും. ഇഗ്നോയിലെ സ്റ്റുഡൻസ് ഒക്കെ പൊതുവെ അങ്ങനെയായിരിക്കാം, ഡിസ്റ്റന്റ് മോഡ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇഗ്നോന് കുറേ അധികം ക്രൈറ്റീരിയകളുണ്ട് കോഴ്സിന് കംപ്ലീഷന് വേണ്ടിയിട്ട്. അസൈൻമെന്റ് വെക്കണം, അതൊക്കെ നിർബന്ധമായിട്ട് കറക്റ്റ് ടൈമിന് നമ്മൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ് വെക്കണം, എക്സാംസ് എഴുതണം, പിന്നെ പ്രാക്ടിക്കൽ വിഷയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ്, പ്രാക്ടിക്കൽ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോറിന്റെ സ്റ്റഡി മെറ്റീരിയലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MA ഇംഗ്ലീഷ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മുടെ വിഷയം അതാണല്ലോ. MA ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് നമുക്ക് 2 വർഷങ്ങളിലായിട്ട്, 2 വർഷത്തെ കോഴ്സാണ്, 2 വർഷങ്ങളിലായിട്ട് നമ്മൾ ഒരു വർഷത്തിൽ 4 പേപ്പർ, സെക്കൻഡ് ഇയറിലും 4 പേപ്പർ, അങ്ങനെ 8 പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ പേപ്പർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കോഴ്സിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന പേപ്പറാണ് ഏത്, MEG 05 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. അതായത് ഇതാണ് അതിന്റെ കോർ പേപ്പർ, ബാക്കി കമ്പൽസറി പേപ്പർ, ബാക്കിയെല്ലാം നമ്മൾ ഇലക്റ്റീവ് പേപ്പറുകളാണ്. അതായത് പല കോമ്പിനേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നോയിൽ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതായത് ഒരു 18-ലധികം പേപ്പേഴ്സ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി കൺവീനിയൻസ് ഉള്ള വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ബേസിലാണ് അത് പ്രൊവൈഡ് ചെയ്തത്, ആ കോമ്പിനേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്, ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് ഫിക്ഷൻ. ഈ 3 പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഇതില് കമ്പൽസറി ആയിട്ട്, ഇത് 3ഉം ഇലക്റ്റീവ് ആണ്, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഒന്നുകിൽ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് ദി ലാംഗ്വേജ്. ഇത് രണ്ടുമാണ് നമ്മൾ ഈ 2 വർഷത്തെ കോഴ്സിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന കോർ പേപ്പർ അല്ലെങ്കിൽ കമ്പൽസറി പേപ്പർ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട് ചെയ്യാം. ഇത് നിർബന്ധമായും പഠിക്കണം. പോരാത്തതിന് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇത് 8 ക്രെഡിറ്റിന്റെ പേപ്പറാണ്, കമ്പൽസറി പേപ്പർ 8 ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെയുള്ള കാര്യം, ഈ കോമ്പിനേഷൻസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ ക്രിറ്റിസിസം പഠിക്കും, അതുപോലെ തന്നെ ആസ്പെക്ട്സ് ഓഫ് ദി ലാംഗ്വേജും പഠിക്കും. പിന്നെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്നതാണ് ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഗ്നോയുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ജോലിയുടെ ഒപ്പം തന്നെ പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളുടെ ഒപ്പം പഠിക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്ന സംഗതി വളരെ ക്രൂഷ്യലാണ് ഇഗ്നോയില്. നമ്മൾ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്, പഠിക്കാത്ത പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ഇല്ലതാനും, അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം വളരെ ബൾക്കിയാണ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. MA എന്നല്ല, ഇഗ്നോന്റെ പൊതുവെ എല്ലാ വിഷയങ്ങളുടെയും സ്റ്റഡി മെറ്റീരിയൽ എന്താണ്, ഭയങ്കര ബൾക്കിയാണ്. നമുക്ക് പഠിക്കാം എന്ന് കരുതി നമ്മൾ ഇരുന്നാൽ തന്നെ പെട്ടെന്ന് നടപടിയാവുന്നൊരു സംഗതിയല്ല. കാരണം വായിച്ച് ഇരുന്നു മനസ്സിലാക്കി അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിലേക്കൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇരിക്കുക തന്നെ വേണം. എന്തിന്, ഇഗ്നോ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി പാസ്സാവണമെങ്കിൽ. അപ്പൊ MA ഇംഗ്ലീഷ് പഠിക്കുന്ന, അങ്ങനെ ടൈം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കമ്പൽസറി പേപ്പർ ആയിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത്
പറഞ്ഞല്ലോ ക്രിറ്റിസിസം പേപ്പർ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതൊന്നും ഡൈജസ്റ്റ് ആവാം. എന്തിനത് പഠിക്കണം മിസ്സേ, അതെന്ത് പഠിച്ചാൽ തന്നെ മനസ്സിലായാൽ തന്നെ നമ്മളത് എങ്ങനെ അത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അത് എങ്ങനെ എഴുതി ഫലിപ്പിക്കും, ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം ബുദ്ധിമുട്ട്, ഇപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്സ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ മാത്സ് ഇത്രയ്ക്ക് ടഫായിരുന്നു നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം നമുക്ക് അതിൻ്റെ ബേസ് അറിയാത്തതാണ്. ഇപ്പോൾ പല കുട്ടികളെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ട്, ഫിസിക്സ് ബുദ്ധിമുട്ട്, കെമിസ്ട്രി ബുദ്ധിമുട്ട്, മാത്സ് ബുദ്ധിമുട്ട്. യൂഷ്വലാണ് ഇത്, ഇന്നത്തെ ഒരു നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ നമുക്കും പേഴ്സണലി ബുദ്ധിമുട്ടുള്ള ഒത്തിരിയധികം വിഷയങ്ങളുണ്ടാവും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ബേസ് അറിയില്ല എന്നുള്ളതാണ്. ബേസ് ഒരു എന്താ പറയുക ഭംഗിയായാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ബേസ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ബാക്കി എന്ത് തിയറി പഠിച്ചിട്ടോ അതിൻ്റെ പുറകിലേക്കുള്ള എന്ത് ഐഡിയോളജി ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് എവിടെ നടക്കുന്നത്, നമ്മുടെ ഈ ക്രിറ്റിസിസത്തിൻ്റെ പേപ്പറിൽ നടക്കുന്നത്. അപ്പോൾ ഇഗ്നോന്റെ ഈ പേപ്പറിൽ നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ക്രിറ്റിസിസം, എന്താണ് ലിറ്ററേച്ചർ, എന്താണ് തിയറി, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ക്ലാസിസിസം തൊട്ട് ഉള്ള ലിറ്റററി ക്രിറ്റിസിസത്തിന്റെയും തിയറിയുടെയും ഓരോ സ്റ്റേജസ് ആയിട്ടാണ് സ്റ്റഡി മെറ്റീരിയലിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ സ്ട്രക്ചറും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. ഈ ഒരു നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയിൽ ഇതില് 8 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 8 ബ്ലോക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിസിസം തൊട്ട് ന്യൂ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, അത് കഴിഞ്ഞ് ന്യൂ ക്രിറ്റിസിസം, മോഡേണിസം, ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടങ്ങളിലായിട്ട് വന്ന അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്ന ക്രിറ്റിസിസത്തിന്റെയും തിയറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഫ്രം ദ ബിഗിനിങ് ക്ലാസിസിസം തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിലെ യൂണിറ്റ് ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വളരെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നടക്കുന്നത്. അതിലത്തെ 1ാമത്തെ യൂണിറ്റിന്റെ പേര് ലിറ്ററേച്ചർ, ക്രിറ്റിസിസം ആൻഡ് തിയറി എന്നാണ്. അപ്പോൾ എന്താണ് ലിറ്ററേച്ചർ, എന്താണ് ക്രിറ്റിസിസം, എന്താണ് തിയറി, ഈ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരു 8 ബ്ലോക്ക് ഉണ്ട്, കുറച്ച് ബൾക്കിയാണ്, കുറച്ച് ടൈം എടുക്കും. പക്ഷെ എങ്കിലും നമുക്ക് പയ്യെ യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോവാം. നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യണം. നമുക്ക് ഒന്നിച്ച് പഠിച്ചു പോവാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.